ചേട്ടൻ പരാമർശിച്ചൊരു വിഷയമുണ്ട്, ഖിയാമത്ത് നാൾ വരെ എന്റെ പേരും പറയുമെന്നൊരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പുള്ള ഫ്രണ്ട് എന്ന് പറഞ്ഞ പദം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നൊരു നമ്മളൊന്നും വേണ്ടല്ലേ, നമ്മളൊന്നും മൈൻഡിലല്ലേ. ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് കുറിച്ച് ധാരണ പോലും ഉണ്ടാവില്ല. ഞാൻ ഐ വാസ് ഓൾവേസ് ബീൻ എ മാൻ ഓഫ് എന്താ പറയുക ഫ്രണ്ട്ഷിപ്സ്. ശരിയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സൗഹൃദത്തെക്കുറിച്ച് ഒരു നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലെങ്ത്തുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ശരിയായിട്ടും പരാമർശിച്ചൊരു വിഷയമുണ്ട്, ഖിയാമത്ത് നാൾ വരെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച്. അതുപോലെ അതിൽ പ്രത്യേകിച്ച് ഒരു 3 പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ ശരീരന്റെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ള ഒരാൾ ചിലപ്പോൾ ഒരു പേര് എന്റെ പേരും പറയുമെന്നൊരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിലെന്തായാലും പരാമർശിക്കപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതിൽ ശരിക്കും ഇത് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ അപ്പം നമ്മളൊന്നും വേണ്ടല്ലേ, നമ്മളൊന്നും മൈൻഡിലല്ലേ, ആകെ 3 പേരേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. അപ്പം ശരിക്കും ഞാൻ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പുള്ള എന്ന് പറഞ്ഞ് എൻ്റെ വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൻ്റെ അകത്ത് അതിൽ പരാമർശിക്കാൻ വേണ്ടി ഒരു വ്യക്തി എന്താ പറയുക, അത് പ്രയാസമാണ്. കാരണം അത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പലർക്കും അവൻ്റെ സ്യൂട്ടബിൾ ആകുന്ന ഒരു വിൻഡോ ഞാൻ അവിടെ വെച്ചതാണ്. അപ്പം ഇതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് എന്നെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ആരെങ്കിലും നമ്മളോട് യഥാർത്ഥ സ്നേഹമുള്ള ഒരാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഉത്തരവാണ് മറ്റേ റോള്. ശരിക്കും ഇപ്പോൾ എങ്ങനെ തന്നെ വന്നു, ചിലപ്പോൾ നമ്മളിപ്പോൾ മറ്റേ സ്പെസിഫിക്കായിട്ട് 2-3 പേരെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ജീവിതത്തിലൊരു മറ്റേ സുഹൃത്ത് എന്ന് പറഞ്ഞ പദം വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ചില മുഖങ്ങളുണ്ട്. ഉദാഹരണം ഒരു അനുഭവം പറയാം. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് മറ്റേ വീട്ടിൽ കൂടുതൽ ഗൃഹപ്രവേശം പറയുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിൽ വന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മറ്റേ വീട് പണി നടക്കുന്നത്, വീട് പണി പൂർത്തിയായി തീയതി നിശ്ചയിച്ചൊക്കെ എനിക്കറിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എന്നോട് പറയേണ്ട കാര്യം പോലുമല്ല, അതായത് എന്നെ ക്ഷണിക്കേണ്ട കാര്യം പോലുമല്ല. എന്നാലും നമ്മുടെ നാട്ടിൽ ഫോർമാലിറ്റി ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞു എന്നെ ക്ഷണിക്കേണ്ട, അതിനായിട്ട് ഇവിടെ വരെ വന്നിട്ട് ഒരു ഫോർമാലിറ്റീൻ്റെ ആവശ്യമില്ല എന്ന് ഉള്ള ഒരു മറ്റേ വളരെ നല്ല ബന്ധമുള്ളൊരു മറ്റേ സുഹൃത്ത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഓഫീസിൽ കയറി വന്നു അദ്ദേഹത്തിൻ്റെ അമ്മയും, പ്രായമായ അമ്മയും. അപ്പം എനിക്കറിയാം വീട്ടിൽ കൂടുതൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ വരണ്ടെന്ന് പറഞ്ഞല്ലോ. അന്നേരം അവരുടെ അമ്മയാണ് മറ്റേ സംസാരിക്കുന്നത്. അതെല്ലാം മോനെ ഞാൻ മറ്റേ അറിഞ്ഞു നോക്കാൻ വേണ്ടി പോയി. അറിഞ്ഞു നോക്കാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ മറ്റേ കണിച്ചൻ അല്ലെങ്കിൽ ജ്യോതിഷി അങ്ങനെ അറിഞ്ഞു നോക്കാൻ വേണ്ടി പോകുമല്ലോ നമ്മൾ, മുഹൂർത്തമെല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം മറ്റേ വിവാഹമായി കഴിഞ്ഞാലോ അല്ല ഇതേപോലെ ചടങ്ങുകളായി കഴിഞ്ഞാൽ നമ്മൾ ക്ഷണിച്ചു തുടങ്ങേണ്ടത് ഏത് ഭാഗത്തു നിന്നാന്ന് മറ്റേ ചോദിക്കുവരോട്. അപ്പോൾ അവർ മറ്റേ ഒരു ദിക്കല്ലാന്ന് പറയാം, തെക്ക് ഭാഗത്തു നിന്നല്ല പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറഞ്ഞിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ശരിക്ക് ഇപ്പം ഫ്രണ്ട് എന്ന് പറഞ്ഞ പദം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നൊരു സംഗതി അതാണ്. അത്ര സന്തോഷം എനിക്ക് ഉണ്ടാക്കി ഞാൻ ശരിക്കും സ്റ്റക്കായിപ്പോയി. ആ വ്യക്തിക്ക് എനിക്ക് മുമ്പെയും എനിക്ക് ശേഷം ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറഞ്ഞപ്പം പ്രായമായ അമ്മയും കൂട്ടി എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്ന ഒരു സ്നേഹമുണ്ടല്ലോ. അപ്പം ആ ഖിയാമത്ത് നാൾ വരെ ഈ പറഞ്ഞ വ്യക്തിക്ക് കുറിച്ച് ധാരണ പോലും ഉണ്ടാവില്ല. ഞാൻ പറയുന്ന അയാളെ കുറിച്ചിട്ടാണ്, മനസ്സിലല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് മറ്റേ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് നോക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പോൾ ആ ഒരു അതുല്യമായ, അത് മറ്റാരെയും പോലെ അല്ലാത്ത, ഇപ്പോൾ അന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ പോലെ നമുക്ക് എന്താ പറയുക കുറേ പേര് ഇനി ചിലപ്പോൾ കണ്ടു കിട്ടുമായിരിക്കും അങ്ങനെയല്ല. പക്ഷേ ഈ ഒരു ഫ്രെയിം ഒഴിച്ചു വെച്ചിരിക്കുന്ന ചില അതേപോലത്തെ വേറെ സുഹൃത്തുക്കളില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രധാന കാര്യം, അതങ്ങനെ ഒഴിച്ചു വെക്കാൻ, പേര് വ്യക്തമാക്കാതെ ഒഴിച്ചു വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റോറീസാണ് അല്ലേ. ഇപ്പം എന്നോട് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അവരാണ് ശരിക്കും സ്റ്റോറീസ് വിത്ത് ഷൈജു എന്നുള്ള പേരാക്കി മാറ്റണം എന്ന് പറഞ്ഞ ഒരാൾ തന്നെ. അപ്പം നിങ്ങൾ അവർ പറഞ്ഞ ചില ഓരോ ആളെക്കുറിച്ച്, ഇപ്പോൾ മുസമ്മിലിനെ കുറിച്ച് ഞാൻ അവരോട് പറയുമ്പോൾ ആ ഒരു ആളെക്കുറിച്ച് സ്റ്റോറി ഉണ്ടെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, മനസ്സിലല്ലേ. ഇപ്പോൾ എനിക്കിപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് മുസമ്മിലെ ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിട്ടാണ് ക്രിയേറ്റിവിറ്റി എല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആ മുസമ്മിൽ എങ്ങനെ വന്നു, എങ്ങനെ കണ്ടു, പരിചയപ്പെട്ടു, മുസമ്മിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ അതേപോലെ ഓരോ മനുഷ്യരെ കുറിച്ചിട്ട് ഞാൻ ഓരോ കഥകൾ പറയും. അപ്പോൾ അപ്പോഴവിടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കഥകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടൻറ്റാക്കി മാറ്റിക്കൂടുക? കാരണം ഇത് കേൾക്കാൻ വേണ്ടി ആളുകൾക്ക് താല്പര്യമുള്ളവരുണ്ടോ ഇല്ലാത്തവരുണ്ടോ? നമ്മളെ കഥ ഇപ്പോൾ എല്ലാവരും കേൾക്കണം. തീർച്ചയായും. അപ്പോൾ
അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കഥകൾ പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും പേര് പറയുന്നതിനൊരു അനൗചിത്യമുണ്ട്, മനസ്സിലായില്ലേ? ചിലപ്പോൾ ചില ആളുകൾക്ക് പേര് പരാമർശിക്കപ്പെടുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ ജീവിതത്തിൻ്റെ കഥകളുടെ ഭാഗമാകുമ്പോൾ നല്ലതുണ്ടാവും ചീത്തയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ പറയാതിരിക്കുന്നതാണ് ഉചിതം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ അല്ല, കഴിഞ്ഞ വീഡിയോ പരാമർശിക്കപ്പെട്ട 3 ആളുകൾ അതിലാരെങ്കിലും എന്തെങ്കിലും തരത്തിൽ മെസ്സേജ് അവരെന്ന 3 വ്യക്തികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് ഞാനീ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവരുമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ബന്ധമില്ല. അപ്പം ബന്ധം അതിൻ്റെ ഒരു തോത് അതിൻ്റെ ആഴം ഇതൊന്നും അവരുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നമായിട്ടുള്ളതാണ്. അപ്പം എനിക്കൊന്ന് വെച്ചാൽ സൗഹൃദങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു സീരീസ്, നീണ്ട സീരീസ് തന്നെ നടത്തേണ്ടി വരും. അത്ര കൂടുതൽ സുഹൃത്തുക്കളും സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്നെ ഗൃഹപ്രവേശനത്തിന് ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഉമേഷിൻ്റെ അമ്മ ദേവകേടുത്തിയാണ്, മനസ്സിലല്ലേ? അത് അവർ പറഞ്ഞ ഇതാണ്, അതായത് ഇവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറഞ്ഞിട്ട് തുടങ്ങിക്കൊന്ന് കണിച്ചും പറഞ്ഞിന്, അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് തന്നെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു അംഗീകാരം ഉണ്ടല്ലോ. ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത സമയമായിരിക്കില്ല. കാരണം കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തെന്ന മനുഷ്യരിലുണ്ടാവും. പക്ഷേ ആണ് അപ്പോൾ നമുക്ക് സുഹൃത്തുക്കളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത്. പല ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നും പോയി വരുന്ന കുറേ മനുഷ്യരുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്താ പറയുക, റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് പോയ ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലാണ്ട് എന്താ പറയുക, നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു നിശ്ചിത കാലയളവിൽ ഒരു റോള് നിർവഹിച്ചിട്ട് പോകുന്നവരുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ. അവർക്കൊരു പല കാരണങ്ങൾ കൊണ്ട് അവർ വന്നു, പിന്നീട് സ്ഥലം മാറി പോകുന്നവരുണ്ടോ, നാട് വിട്ടു പോകുന്നവരുണ്ടോ, മരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ അവരോടൊന്നും അപ്പോൾ ചില ആളുകൾ അങ്ങനെ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ടുണ്ടാവും. എന്നാലും പേര് പരാമർശിക്കപ്പെടാത്ത ആളുകൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കുറേ ആൾക്കാർ അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ, മിക്കതും പരിഭവമാണ്, മനസ്സിലല്ലേ? അപ്പം പിന്നെന്താ പറയുക, നമ്മൾ ചിലപ്പോൾ 52ാമത്തെ വയസ്സിൽ ഈ കാര്യങ്ങൾ ചിലപ്പോൾ അത്രയായിട്ട് ഓർമ്മയുണ്ടായിട്ടൊന്നും വരില്ല. പക്ഷേ നമ്മളെ മെമ്മറീനെ, അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ മുമ്പ് എപ്പോഴും പറയാറുണ്ട്, നമ്മളെ മെമ്മറീൻ്റെ പുറത്ത് എത്ര പൂഴി കോരിയിട്ട് കളഞ്ഞാലും ഓർമ്മ വരുന്നൊരു ഇതാണ്. അത് ഈ പറഞ്ഞ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്കുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മളെ അപ്പം എന്നോട് തന്നെ നേരിട്ട് ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നമ്മൾ ധനലക്ഷ്മി ഹോസ്പിറ്റലിൻ്റെ പുറത്തുനിന്ന് ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പം അതിങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പം നമ്മുടെ ഈ റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ട് വരുമ്പോഴും തന്നെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ഈ പേരുകൾ നമുക്ക് മറച്ചു വെക്കാം, അല്ലേ? അപ്പം മനസ്സിലാവുന്നവർക്ക് മനസ്സിലായിക്കോട്ടെ. ഞാനല്ല പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ റിട്ടേൺ ടിക്കറ്റ് എടുക്കാതെ വരുന്ന ആളുകളാണ്. ചിലപ്പോൾ ആ വാക്കുകൾ ചിലപ്പോൾ ഏതെങ്കിലും ആളുകൾക്ക് കൊള്ളേണ്ട രീതിയിൽ കൊള്ളിട്ടുണ്ടാവും. അങ്ങനെയും ചിലപ്പം ഉണ്ടാവും. അങ്ങനെയും സംഭവിക്കാം. പക്ഷേ അതൊരു കൺസെപ്റ്റ് പറയുന്നില്ലേ നമ്മൾ. ഇപ്പം നാളെ ഇപ്പം മുസമ്മിൽ നമ്മളെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, മുസമ്മിൽ വിദേശത്ത് ജോലി കിട്ടിപ്പോയി, റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് സൗഹൃദം അവസാനിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചില സമയത്ത് ചില ആളുകൾക്ക് നമ്മളുടെ ഒരു റോൾ ഉണ്ടാവും. അവരെ റോള് 2 വർഷമല്ല 5 വർഷമല്ല 4 വർഷം, അത് കഴിഞ്ഞാൽ അവർ പോകേണ്ടവർ പോകും. പക്ഷേ പോയി കഴിഞ്ഞാലും ആ ബന്ധത്തിൻ്റെ ഊഷ്മളത, ഇപ്പം 10 കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോൾ ആ വാംത്ത് ഉണ്ടെങ്കിൽ അതാണ് നമ്മളെ ഗ്യാപ്പ് ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള തീർച്ചയായിട്ടും അതാണ്. അപ്പം സൗഹൃദത്തിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഐ വാസ് ഓൾവേസ് ബീൻ എ മാൻ ഓഫ് എന്താ പറയുക ഫ്രണ്ട്ഷിപ്സ് എന്നാണ് ഞാൻ എന്നെക്കുറിച്ചിട്ട് പറയുക. അപ്പം ഒരുപാട് സൗഹൃദ കഥകളെക്കുറിച്ച് പറയാണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന് നിസ്സാരമായതും അല്ലെങ്കിൽ മഹത്തായതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചു പോയ മനുഷ്യർ നമ്മുടെ കൂട്ടത്തിൽ ഇനിയും വരാനുണ്ട്. പലപ്പോഴും ആളുകളുടെ പേര് പറയുന്നതിന് പകരം പേര് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ചില ഇടങ്ങളിലൊക്കെ നമ്മൾ ജെന്യുവനായിട്ട് ആളുകളുടെ പേര് പറയുന്നെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പുതിയ സൗഹൃദ കഥകൾ കൊണ്ടിട്ട് നിങ്ങൾ എപ്പോഴും കാത്തിരിക്കണം. ഒരുപക്ഷെ അത് നിങ്ങളിൽ ആരെക്കുറിച്ചെങ്കിലും കൂടി ആയിരിക്കാം, അല്ലേ?